അമേരിക്കയുടെ സൈനിക മേധാവിയുടെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുന്നത്. കോളിളക്കം സൃഷ്ടിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് അമേരിക്കൻ പത്രങ്ങൾ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇറാനെ ആക്രമിക്കുന്നത് അപകടമാണ്. അതിൻ്റെ കാര്യം ഇറാൻ്റെ സൈനിക ബലവും ശക്തിയും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇത്. ഇങ്ങനൊരു പ്രസ്താവന അമേരിക്കയുടെ സൈനിക മേധാവിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മേധാവി ഈ നിഷേധക്കുറിപ്പ് പുറത്തിറക്കിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇറാൻ്റെ അകത്ത് നടക്കുന്ന കുറേ വിഷയങ്ങൾ അതെല്ലാം ഈ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗാർഡിയൻ പത്രമടക്കം അമേരിക്കയുടെ മറ്റ് പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികളെല്ലാം ഇപ്പോഴത്തെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം വിലയിരുത്തുന്നത്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സൈനിക മേധാവിയുടെ പ്രസ്താവനയുടെ തുടർച്ചയായിട്ട് രീതിയിൽ അദ്ദേഹം പറഞ്ഞത്, ആയുധങ്ങളുടെ ശേഖരം ഇപ്പോഴും ഇല്ല. ഒരു വലിയ സൈനിക ശക്തിക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അതിന് ആനുപാതികമായിരിക്കുന്ന ആയുധങ്ങൾ ശേഖരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, സഖ്യകക്ഷികളുടെ പിന്തുണയില്ല. നമ്മുടെ മണ്ണിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നുമില്ല. അതായത് ഒന്നുകിൽ കടൽ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യത്തെ ആശ്രയിച്ചിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. എന്നാലോ ഏതെങ്കിലും രാജ്യങ്ങൾ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു അറബ് രാജ്യങ്ങൾ പോലും അതിന് പിന്തുണക്കുന്നില്ല. ഭൂപ്രദേശത്തിൽ നിന്ന് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പശ്ചിമേഷ്യ യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് എന്ന് പറഞ്ഞ് ചില സന്ദേശങ്ങളെല്ലാം ഇറാനിലെ സാധാരണക്കാരായിരിക്കുന്ന ആളുകളിലേക്ക് മൊബൈൽ മെസ്സേജായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലക്ഷക്കണക്കിന് ആളുടെ കൈവശത്തിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: US പ്രസിഡന്റ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാര്യം പ്രവർത്തിക്കുന്ന ആളാണ്. കാത്തിരുന്ന് കാണാം. ഇത് പേർഷ്യൻ ഭാഷയിലാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അതിൽ പറയുന്നത് പരിമിതമായിരിക്കുന്ന സൈനിക നടപടി, ആഭ്യന്തര കലാപത്തിന് ആഹ്വാനം, അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ചില സന്ദേശങ്ങൾ മറ്റു ചില മെസ്സേജായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അഥവാ വിദ്യാർത്ഥികളോടും ജനങ്ങളോടുമായിട്ടുള്ള പ്രഖ്യാപനമാണ്: നിങ്ങൾ പുറത്തിറങ്ങുക, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്ന തരത്തിൽ. മുൻപ് പറഞ്ഞതിന് ആവർത്തിച്ചു കൊണ്ട് പറയുന്ന തരത്തിൽ നിങ്ങൾ സർക്കാർ മന്ദിരങ്ങൾ കയ്യേറു, പിടിച്ചെടുക്കൂ, ഈ അമേരിക്കയുടെ സൈനികർ നിങ്ങളുടെ തലസ്ഥാന നഗരിയോട് ചേർന്ന് തന്നെ നിലനിൽക്കുന്നു, ഞങ്ങൾ അങ്ങോട്ട് കയറേണ്ട കേസ് മാത്രമേ ഉള്ളൂ എന്ന തരത്തിലാണ് തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ മറ്റൊരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നു. ഈ യുദ്ധത്തിലേക്ക് അജ്ഞാത സന്ദേശം എന്നൊക്കെ പറയുന്ന സമയത്ത് മുൻപ് ഇസ്രായേൽ ലെബനാനിൽ അത് പരീക്ഷിക്കപ്പെട്ടിരുന്നു. അത് സന്ദേശമായിട്ടല്ല, പേജർ ആക്രമണമായിട്ടാണ്. ഇസ്രായേലിനെ പിന്തുണക്കുന്ന ഒരു കമ്പനിയാണ് ഈ പേജർ നിർമ്മിക്കപ്പെട്ടത് എന്ന് അന്വേഷണത്തിൽ പിന്നീട് മനസ്സിലായി. ഈ പേജർ വളരെ കുറഞ്ഞ ചെലവിൽ വളരെ ക്വാളിറ്റി ഉള്ളത് എന്ന തരത്തിൽ വിൽപ്പന നടത്തിയത് അത്രയും ലെബനാനികൾക്കാണ് വിൽപ്പന നടത്തിയത്. ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ ചിപ്പിനോട് ചേർന്ന് കൊണ്ടൊരു സ്ഫോടക വസ്തു അല്ല അതിൻ്റെ സംവിധാനം ക്രമീകരിക്കുകയും ആ ക്രമീകരണം റിമോട്ടിലേക്ക് ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റിമോട്ട് സംവിധാനം എന്നൊക്കെയാണ് പറയുന്നത്. വയർലെസ് റിമോട്ട് സംവിധാനം അതിൽ ഘടിപ്പിച്ച വിവരം അറിയാതെ ഈ പാവങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ എന്ത് ചെയ്തു? റിമോട്ട് ഓണാക്കുന്നു, അത് പൊട്ടിത്തെറിക്കുന്നു. ഏകദേശം 37 ആളുകൾ കൊല്ലപ്പെട്ടു. ആ സമയത്ത് തന്നെ സ്പോട്ടിൽ 2000-ലധികം ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്ന ഒരു വല്ലാത്ത സംഭവം ലെബനാനെ കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായി. രാജ്യം അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞെടുങ്ങിപ്പോയി. അതോടൊപ്പം തന്നെ ലോകവും. കാരണം ലോക ചരിത്രത്തിൽ ഇങ്ങനൊരു ചതി നടക്കുന്നത് ഇതാദ്യമായിട്ടാണ്. പേജർ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്മാരെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കുന്ന ഒരു പ്രവൃത്തി ഇതിനു മുൻപ് ഒരു ക്രൂര ഭരണാധികാരിയും ലോകത്ത് ചെയ്തിട്ടില്ല എന്നായിരുന്നു അന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനമായിരിക്കുന്ന വിമർശം ഉണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. അതിനോടനുബന്ധിച്ചാണ് ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയോടനുബന്ധിച്ച് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ള അടക്കം ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ട വിവരമൊക്കെ നമുക്കറിയാവുന്നതാണ്. സമാനമായിരിക്കുന്ന മറ്റൊരു തലം അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഏത് തരത്തിലുള്ള ഇത് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലാണ് എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ മൊബൈലിലേക്ക് ഒരേ സമയം മെസ്സേജ് വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു അന്തർദേശീയ തലത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഗാഹമായിരിക്കുന്ന പാണ്ഡിത്യമുള്ള ഒരു വിഭാഗത്തിന് മാത്രമേ സാധിക്കൂ. സാധാരണക്കാർക്ക് നടക്കാത്തൊരു കേസാണ്. കാര്യം എന്ന് പറയുന്നത്
മൊബൈൽ നമ്പറുകൾ വേണം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ മൊബൈൽ നമ്പർ, ലക്ഷക്കണക്കിന് മൊബൈൽ നമ്പർ ഇറാനിൽ പ്രവർത്തിക്കുന്നത് ചോർന്നു പോവുകയോ ചോർത്തുകയോ അങ്ങനെ എന്തോ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. അഥവാ മൊസാദിന് ഇത് എന്തെങ്കിലും കൈകടത്തലുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ ഇറാൻ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തുന്നു. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഈ വളരെ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ അതിജീവിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്ന രീതിയിൽ സംവിധാനം ഒരുക്കുക. അതിന് മറുപടിയായിട്ടാണ് ഇറാൻ്റെ സൈനിക മേധാവി പറഞ്ഞത്, നമ്മൾ ശത്രുവിനെ കാണാതെ അല്ലെങ്കിൽ ശത്രുവിൻ്റെ ശക്തി മനസ്സിലാക്കാതെ നമ്മൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പരാജയപ്പെടും. ഇപ്പോഴും നമ്മൾ സ്വരൂപിക്കപ്പെട്ട സൈനികപരമായിരിക്കുന്ന ശക്തിയോ ബലമോ സംവിധാനങ്ങളോ വിമാനങ്ങളോ കപ്പലുകളോ മതിയാകില്ല. അത് ഈ കപ്പൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം എന്ന് പറയുന്ന സമയത്ത് ശക്തമായിരിക്കുന്ന ആക്രമണം കപ്പലിന് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ തകരാവുന്നതേ ഉള്ളൂ. അത് തകരുക എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി മുങ്ങിപ്പോവുക എന്നല്ല. ഒരു ഭാഗത്തിന് കേട് പറ്റിയാൽ പോലും പിന്നീട് അവിടുന്ന് ഒരു വിമാനം ഉയർന്നു പൊന്തുക വലിയ പ്രയാസമാണ്, സാഹസമാണ്. കപ്പൽ ഒരു ഭാഗം ചരിഞ്ഞു പോയാൽ അത് അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ചുരുക്കം. അപ്പോൾ കപ്പൽ സുരക്ഷിത ഇത്രയും സൈനികമായിരിക്കുന്ന ശക്തിയുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ സൈനിക പട കപ്പൽ ഒരുങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ കപ്പൽ പട സുരക്ഷിതമല്ല എന്നുള്ള അഭിപ്രായം കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെ കരമാർഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വിവരം പറയുന്നു. നമ്മൾ ഇപ്പോൾ ഇറാനെ പിന്തുണക്കുന്ന വിഭാഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന ഒരു കണക്കും രീതിയും എടുക്കാൻ സമയമായിരിക്കുന്നു. അത് റഷ്യയും ചൈനയും ഉദ്ദേശിച്ചിട്ടാണ്. അവർ നിസ്സാരക്കാരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ തന്നെയാണ് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉള്ളത് എന്ന് പറയുമ്പോൾ അത് ജപ്പാൻ്റെ അഹങ്കാരം പോലെ ആയിപ്പോയി എന്നുള്ളതാണ്. രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യത്തിൻ്റെ പേര് ജപ്പാൻ എന്നായിരുന്നു, അമേരിക്ക എന്നല്ല. അവരാണ് ലോകത്തിൻ്റെ വലിയ മേൽക്കോയ്മയോട് കൂടിയിട്ട് എല്ലാ രാജ്യത്തിനും പ്രശ്നങ്ങളുണ്ടാക്കിയും ഇടപെടി. ഇപ്പോൾ അമേരിക്ക ചെയ്യുന്ന പണിയൊക്കെ മുമ്പ് ജപ്പാനായിരുന്നു ചെയ്തത് എന്നുള്ളത്. രണ്ടാം ലോക യുദ്ധത്തിന് മുന്നണി പോരാളിയായി നിന്ന രാജ്യങ്ങളൊന്നും ജപ്പാനാണെന്ന കാര്യം നമുക്കറിയാം. അമേരിക്ക അവിടെ യുദ്ധം വിജയിക്കുന്നത് എങ്ങനെയാണ്? അമേരിക്ക നേരത്തെ യുദ്ധം ചെയ്തിട്ടാണോ ജയിക്കുന്നത്? അല്ല, അമേരിക്ക ചതിയിലൂടെയാണ് അവിടെ ആണവ സ്ഫോടനം നടത്തുന്നത്. ആണവ സ്ഫോടനം നടത്തുക എന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അന്ന് അമേരിക്കയുടെ കൈവശത്തിൽ മാത്രമേ ആണവായുധമുള്ളൂ എന്നൊരു പ്രത്യേകതയുണ്ട്. റഷ്യയുടെ കൈവശത്തിൽ പോലും ഇല്ല. പിന്നീടാണ് അവർ ഈ ആണവായുധം നിർമ്മിക്കാൻ റഷ്യ തുടങ്ങിയത്. അതായത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ തുടങ്ങിയത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ്. റഷ്യ കഴിഞ്ഞിട്ട് രണ്ടാം സ്ഥാനമാണ് അമേരിക്കക്കുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് ജപ്പാൻ അന്നത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്ന സമയത്ത് അമേരിക്ക ചതിയിലൂടെ ആണവ സ്ഫോടനം നടത്തിക്കൊണ്ടാണ് ജപ്പാനെ പരാജയപ്പെടുത്തുന്നത്. അത് ഒരിടത്തല്ല, രണ്ടിടത്ത്, ഹിരോഷിമയിലും നാഗസാക്കിയിലും. എന്നാൽ നാഗസാക്കിയിൽ ബോംബ് സ്ഫോടനം നടത്തി ഒരു സമയത്ത് തന്നെ 1.25 ലക്ഷം ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷവും യുദ്ധത്തിന് ഈ ജപ്പാൻ തയ്യാറെടുത്ത സമയത്ത് പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ ഭീഷണിയോട് കൂടിയിട്ടാണ് യുദ്ധം നിർത്തിവെച്ചത്. ഞങ്ങൾ ജപ്പാനുമായി യുദ്ധത്തിന് തയ്യാറാണ് എന്ന് സോവിയറ്റ് യൂണിയനാണ് രണ്ടാം ഘട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയൻ കൂടി പ്രതിരോധിക്കാൻ അവർക്ക് സാധിക്കാതെ വന്ന സമയത്താണ് രാജാവാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ സൈനികരോട് കീഴടങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ തോൽവി സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നടത്തിയത്. പിന്നീട് അവിടെ ഭരണമാറ്റങ്ങളുണ്ടായി. ആ ഭരണമാറ്റം അമേരിക്കക്ക് അനുകൂലം. ഇപ്പോൾ ജപ്പാനിലെ ഭരണാധികാരികളും അമേരിക്കയൊക്കെ ബായി ആയിട്ട് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ശത്രുതാ കാര്യങ്ങളില്ല. അവർ പിന്നെ സൗഹൃദത്തിൽ നിൽക്കുന്നു. മാത്രമല്ല അവിടെ ഏകദേശം 100 കിലോമീറ്ററോളം ചുറ്റളവ് രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക കീഴടക്കിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ സൈനിക ബേസുണ്ട്. ഇപ്പോൾ അത് നിലനിൽക്കുന്നു. ആ സൈനിക ബേസിൽ നിന്നാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചത്. 35 മണിക്കൂർ ദൂരം പറന്നുകൊണ്ടാണ് അന്ന് ഇറാനെ ആക്രമിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാത്ത രീതിയിൽ അവർ ആക്രമിക്കുക എന്നുള്ളത് തിരിച്ചടി ഉണ്ടാവും. നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. വിജയിക്കാതിരുന്നാൽ അവിടെ സർവാധിപത്യം റഷ്യക്കോ ചൈനക്കോ വന്നു കയറാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ യുദ്ധത്തിൽ ചൈനയും റഷ്യയും ഇറാനെ സഹായിക്കുന്നൊരു സ്ഥിതി ഉണ്ടായാൽ നമ്മുടെ സ്ഥിതി പരിതാപകരമാവും. ഇത് വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി വേണമെന്നുള്ളതും യുദ്ധം ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം എന്നുകൂടി പറയുന്നു. ഇതിൽ വളരെ വൈകാരികപരമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. സൈനിക മേധാവി അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ആധിപത്യമുള്ള അധികാരി ഞാനാണ് പ്രഖ്യാപിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കേണ്ടത്, സൈനിക മേധാവിയല്ല, ഞാൻ പറഞ്ഞാൽ സൈനിക മേധാവി കൂട്ടി അംഗീകരിക്കണം എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും യുദ്ധപ്രഖ്യാപനം നടത്താൻ വേണ്ടിയിട്ട്
അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സൈനികരോട് പറയാൻ പേടിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് വൈകിപ്പോകുന്നത്. ഇത് എവിടെ എത്തും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരാൾക്ക് പോലും പ്രവചിക്കാൻ സാധിക്കാത്ത വിധമാണ് ഇതിൻ്റെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അക്രമ രീതികളൊക്കെ നിലനിൽക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.